Hi dear students, regulatory institutions എന്നുള്ള ഒരു ഭാഗമാണ്, ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇന്ത്യയിലുള്ളത്. അതിലൊന്നാമത്തതാണ് RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മറ്റൊന്നാണ് സെബി അഥവാ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഈ രണ്ട് സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ രണ്ട് ഏജൻസികളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ നോക്കുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. RBI ഈസ് എ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കായി അറിയപ്പെടുന്നതാണ് RBI എന്ന് പറയുന്നത്. 1935 RBI ഫോം ചെയ്തിട്ടുള്ളത്. RBI ഫോം ചെയ്യുന്നതിന് മുമ്പ് ഇമ്പീരിയൽ ബാങ്ക് ആയിരുന്നു ഈ ഒരു RBIയുടെ ഫങ്ഷൻസ് എല്ലാം ചെയ്തിരുന്നത്. സെൻട്രൽ ബാങ്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ചെയ്തിരുന്ന ഫങ്ഷൻസൊക്കെ മുമ്പ് ചെയ്തിരുന്നത് ഇമ്പീരിയൽ ബാങ്കാണ്. ഇമ്പീരിയൽ ബാങ്ക് 1921 ഫോം ചെയ്തത്. അത് പിന്നീട് 3 ബാങ്കുകൾ കൂടി ചേർന്നാണ് RBI മാറിയിട്ടുള്ളത്. ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ബംഗാൾ ആൻഡ് ബാങ്ക് ഓഫ് ബോംബെ. ഈ 3 ബാങ്കുകൾ അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് ഇമ്പീരിയൽ ബാങ്ക് ഫോം ചെയ്തിട്ടുള്ളത്. ഹിൽട്ടൺ കമ്മീഷൻ റെക്കമെൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെൻട്രൽ ബാങ്ക്. ഹിൽട്ടൺ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് സെൻട്രൽ ബാങ്ക് ഫോം ചെയ്തിട്ടുള്ളത്. ഇൻ 1931 സെൻട്രൽ ബാങ്ക് എൻക്വയറി കമ്മിറ്റി റെക്കമെൻഡഡ് ടു സ്റ്റാർട്ട് സെൻട്രൽ ബാങ്ക്. 1931 എൻക്വയറി കമ്മിറ്റി സെൻട്രൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ നൽകി. The Assembly passed the Reserve Bank of India Act 1934 and Reserve Bank India started its operation in 1935. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കി. 1935 അത് ഇംപ്ലിമെൻ്റ് ചെയ്തു. റിസർവ് ബാങ്കിന് പ്രവർത്തനം ആരംഭിച്ചു. RBI regulate and prohibit issue of prospectus and advertisement of soliciting deposit of the money, regulate the functioning of non-banking institutions and transact the government business. ഒരുപാട് കാര്യങ്ങൾ RBIൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ബിസിനസ്സുകൾ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ ലോൺ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ RBIൻ്റെ പരിധിയിൽ വരുന്ന RBI റെഗുലേറ്റ് ചെയ്യുന്നതാണ്. It is regulatory involvement in the Indian capital market. It is primarily of debt management through primary dealers, foreign exchange control and liquidity support to make participants. ഇവിടെ ഇന്ത്യയിൽ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഡെപ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് RBI ആണ്. പ്രൈമറി ഡീലേഴ്സ്, ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾ, ലിക്വിഡിറ്റി സപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങൾ, ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഫങ്ഷൻ RBI ചെയ്യുന്നത്. The RBI regulate participants in the security market when a foreign transaction is involved. ഇവിടെ ഫോറിൻ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട പാർട്ടിസിപ്പൻസ് വരുന്ന സമയത്തും RBI ആണ് അതുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പോലെയുള്ള ഏജൻസികളെ കൺട്രോൾ ചെയ്യുന്നതും RBI ആണ്. ഇനി എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് RBI? എന്തൊക്കെയാണ് RBI ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ? ഒന്ന്, ഇറ്റ് ഈസ് അതോറിറ്റി ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ദ മോണിറ്ററി സിസ്റ്റം ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യത്തെ മോണിറ്ററി സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ആരാണ്? RBI ആണ്. ഇറ്റ് ഹാവ് ആൻ അതോറിറ്റി ടു കൺട്രോൾ മണി മാർക്കറ്റ്. അതോടുകൂടെ തന്നെ ഇന്ത്യയിലുള്ള മണി മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള അധികാരം ഇവിടെ RBIക്കാണ്. ഇറ്റ് ഹാസ് ഗിവൺ ദ പവർ ടു പെർസ്യൂ ആൻഡ് അപ്രോപ്രിയേറ്റ് ക്രെഡിറ്റ് പോളിസി. ഇന്ത്യയിൽ ക്രെഡിറ്റ് പോളിസികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അത് അധികാരം നൽകുന്നതും RBI ആണ്. ടു റെഗുലേറ്റ് ദ ബാങ്കിങ് സിസ്റ്റം ഓഫ് ദി അവർ കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള ബാങ്കിങ് സിസ്റ്റം, ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് RBI ഇന്ത്യയിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഓർഗനൈസേഷൻസ്, എങ്ങനെയാണ് ഇതിൻ്റെ സംഘടിതം രൂപം എന്നുള്ളത് നമുക്ക് നോക്കാം. 5 കോടി രൂപ ഷെയർ ക്യാപിറ്റലിൽ
പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലായിട്ട് ഫോം ചെയ്തതാണ് RBI എന്ന് പറയുന്നത്. ഇതിൽ ഗവൺമെൻറ് അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പാർട്ടിസിപ്പേഷൻസ് ഇതിൽ വരുന്നുണ്ട്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും ഇതിൽ ഷെയർ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. RBI വാസ് നാഷണലൈസ്ഡ് ഇൻ 1948 by way of passing Reserve Bank of India Act in 1948. 1948 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അമെൻമെൻറ്റ് ചെയ്തിട്ടാണ് നാഷണലൈസ്ഡ് രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. RBI started functioning as a state-owned and state-controlled bank from 1st January onwards. ജനുവരി 1 മുതലാണ് RBI സ്റ്റേറ്റ് ഓൺഡ് സ്റ്റേറ്റ് കൺട്രോൾ ആവുന്ന രൂപത്തിലേക്ക് പ്രവർത്തനം മാറ്റിയിട്ടുള്ളത്. ദ ഓതറൈസ്ഡ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് RBI ഈസ് ₹5 crore. 5 കോടി രൂപ മൂലധനത്തിലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റലായിട്ടും സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലായിട്ടും പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലായിട്ടും 5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ RBIൻ്റെ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റാണ്. 2 രൂപത്തിലാണ് ഇതിനെ മാനേജ്മെൻറ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സെൻട്രൽ ബോർഡുണ്ട്, മറ്റൊന്ന് ലോക്കൽ ബോർഡുണ്ട്. സെൻട്രൽ ബോർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു സെൻട്രൽ ബോർഡ് മാത്രമേ RBIക്ക് ഉണ്ടാവുകയുള്ളൂ. ആ സെൻട്രൽ ബോർഡിൻ്റെ അണ്ടറിലാണ് ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. മറ്റൊന്നാണ് ലോക്കൽ ബോർഡ്. ലോക്കൽ ബോർഡ് എന്ന് പറയുമ്പോൾ ഓരോ റീജിയൻ അടിസ്ഥാനത്തിൽ RBI ഓരോ ഓഫീസുകൾ റൺ ചെയ്യുന്നുണ്ട്. അതാണ് ലോക്കൽ ബോർഡായിട്ട് അറിയപ്പെടുന്നത്. ഫങ്ഷൻസ് ഓഫ് RBIൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തേതാണ് മോണിറ്ററി ഫങ്ഷൻസ്. നമ്മളത് മുൻ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണെങ്കിലും ഒന്ന് പറഞ്ഞു പോവാം. മോണിറ്ററി ഫങ്ഷൻസിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള 100-ൻ്റെയും 50-ൻ്റെയും 10-ൻ്റെയും അതുപോലെ തന്നെ 100-ഉം 500-ഉം 1000-ഉം എല്ലാം ഇഷ്യൂ ചെയ്യുന്നത് 2000-ൻ്റെയൊക്കെ നോട്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. RBIൻ്റെ മൊണോപ്പൊളിയാണത്. അത് RBI മാത്രമേ ഇഷ്യൂ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്നാണ് ബാങ്കർ ടു ദ ഗവൺമെൻറ്റിന് ഒരു ബാങ്കറായിട്ട് RBIയെ സമീപിക്കാം. ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിൻ്റെ കൈമാറ്റങ്ങൾ RBIയുമായിട്ട് ചെയ്യാൻ സാധിക്കും. ആസ് എ ബാങ്കറായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ഏജൻ്റായിട്ട് RBI പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ബാങ്കേഴ്സ് ബാങ്ക് ആൻഡ് ലെൻഡേഴ്സ് ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ബാങ്കുകളുടെ ബാങ്കായിട്ട് ഇവിടെ RBI പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്കുകൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ, ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അത് ബാങ്ക് സമീപിക്കുന്നത് RBI ആണ്. അതുപോലെ തന്നെ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇവിടെ RBI എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ആക്ട് ആസ് എ ക്ലിയറിംഗ് ഹൗസ്. നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കുന്ന സമയത്ത് അതിലുണ്ടാവുന്ന ഓരോ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ക്ലിയറിംഗ് ക്ലിയറിംഗ് ഹെഡായിട്ട് ഇവിടെ RBI പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്നാണ് കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ഒരു എക്കോണമിയിൽ അത്യാവശ്യമായിട്ട് വരുന്നതാണ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ RBI ആണ്. RBIൻ്റെ നിർദ്ദേശപ്രകാരം ഓരോ മാറ്റങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റിലും മറ്റുള്ള രൂപത്തിലൊക്കെ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവന്നാണ് ഈ കൺട്രോളിങ് ഇന്ത്യയിൽ ചെയ്യുന്നത്. മറ്റൊന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ്. രണ്ടാമതായി പറയുന്നതാണ്. അതിലൊന്നാമതാണ് ബാങ്ക് റേറ്റ് പോളിസി. ബാങ്കിലെ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ട പോളിസികൾ ഇവിടെ ബാങ്കുകൾ മാറ്റം വരുത്താറുണ്ട്. അതാണ് ബാങ്ക് റേറ്റ് പോളിസിയിൽ പറയുന്നത്. മറ്റൊന്നാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അഥവാ നമ്മുടെ മാർക്കറ്റിൽ ഈ എക്കോണമിയിൽ വരുന്ന മാറ്റങ്ങളിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് നടത്തുന്നത്. സ്റ്റെബിലിറ്റി ഓഫ് ക്യാഷ് പ്രൈസ് ഇൻ ബാങ്ക്, എക്സിസ്റ്റൻസ് ഓഫ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്, സ്ട്രെങ്തനിങ് ഓഫ് ദി സെക്യൂരിറ്റി മാർക്കറ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ്. ഇങ്ങനെ പല വിഷയങ്ങൾ വരുന്ന സമയത്ത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനാണ്. അഥവാ നേരിട്ട് ഓപ്പൺ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ എക്കോണമിയിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ പബ്ലിക്കിനിടയിലേക്കുള്ള ഓരോ സ്കീമുകൾ RBI പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് RBI കൊണ്ടുവരുന്ന ഒരു റെഗുലേഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് every scheduled bank is required to maintain fixed percentage of their time and demand deposit as a cash reserve with Reserve Bank of India. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓരോ ബാങ്കുകളും അവർ കൈവശം വെച്ചിട്ടുള്ള ഡെപ്പോസിറ്റിൻ്റെ
നിശ്ചിത പേഴ്സൻറ്റേജ് എന്ത് ചെയ്യണം RBI മുൻപാകെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അഥവാ ഒരു ബാങ്ക് കൈവശം വെക്കുന്ന ഡെപ്പോസിറ്റിൻ്റെ നിശ്ചിത പേഴ്സൻറ്റേജ് ലിക്വിഡ് ഫോമിലാക്കി മാറ്റി വെക്കേണ്ടതുണ്ട്. ക്യാഷായിട്ടോ ഗോൾഡായിട്ടോ ഏറ്റവും പെട്ടെന്ന് പിന്നെ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഫോർമാറ്റിൽ എന്ത് ചെയ്യണം, ഇവിടെ 25% ഡെപ്പോസിറ്റിൻ്റെ 25% കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയിൽ പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്, അഥവാ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്, അഥവാ നമുക്ക് നിർദ്ദേശങ്ങൾ സൊസൈറ്റിക്കും ബാങ്കുകൾക്കും കൊടുക്കുക. അതുപോലെ തന്നെ റെഗുലേഷൻസ് ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ്, നമ്മൾ ഈ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട മാർജിൻസുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് ബാങ്കുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഓരോ കാറ്റഗറി അടിസ്ഥാനത്തിൽ കർഷകർക്കും അല്ലെങ്കിൽ ഓരോ വിഭാഗം ആളുകളെ, ഓരോ കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേക ഇൻട്രസ്റ്റ് റേറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം, വലിയ എമൗണ്ടുകൾ ക്രെഡിറ്റ് കൊടുക്കുന്ന സമയത്ത്, ലോൺ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഓതറൈസേഷൻ സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ബാങ്ക് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് ലോൺ സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുക. മോറൽ സോഷ്യൽ ആൻഡ് ക്രെഡിറ്റ് റേഷനിങ്, ധാർമ്മികപരമായിട്ടുള്ള ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഡയറക്റ്റ് ആക്ഷൻസ്, റിസർവ് ബാങ്ക് ഓരോ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആക്ഷൻസ് എടുക്കുക. കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുക. ഇതാണ് ആ ഒരു സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്നുള്ള ഫങ്ഷൻസിൽ വരുന്നത്. ഇനി അടുത്തതാണ് നോൺ മോണിറ്ററി ഫങ്ഷൻസ്. ഇതല്ലാത്ത മറ്റൊരു ഫങ്ഷൻസാണ് സൂപ്പർവൈസറി ഫങ്ഷൻസും പ്രൊമോഷണൽ ഫങ്ഷൻസും. അതാണ് രണ്ട് നോൺ മോണിറ്ററി ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത ഒരു ഏരിയ ആണ് ഇവോൾവിംഗ് റോൾ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സുകൾ നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട റോളുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്, RBIയുടെ റോളുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമത്തേതാണ് ഓട്ടോണമി ടു ദ സെൻട്രൽ ബാങ്ക്, particularly in the area of monetary management and financial regulation. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അതുപോലെ ഫിനാൻഷ്യൽ റെഗുലേഷനുമായി ബന്ധപ്പെട്ട് ഓട്ടോണമി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ റിസർവ് ബാങ്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ കമ്മിറ്റി ഓഫ് ദി സെൻട്രൽ ബാങ്ക് ഓഫ് RBI വാസ് സെറ്റപ്പ് ഇൻ 1994. BFS എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഫോം ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ BFS എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സും അതുപോലെ തന്നെ ഡ്രോൺ ഫ്രം ദി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് RBIൻ്റെ സെൻട്രൽ ബോർഡ് ഡയറക്ടേഴ്സിലെ മെമ്പേഴ്സ് എല്ലാം ഉൾപ്പെട്ടതാണ് BFS എന്ന് പറയുന്നത്. അതിലൊരു ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോട്ടബിൾ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ആൻഡ് റീസെൻറ്റ് പാസ് റിലേറ്റീവ് ടു ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ടു RBI ഇൻ റിഗാർഡ് ടു ക്യാഷ് റിസർവ് എക്യുപ്മെൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് സർവീസുമായി ബന്ധപ്പെട്ട് റിസർവുമായി ബന്ധപ്പെട്ട് ഇവിടെ ലെജിസ്ലേറ്റീവ് മെഷേഴ്സുകൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഇവോൾവിംഗ് ആയിട്ടുള്ള റിസർവ് ബാങ്കിൻ്റെ റോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ RBI ആൾസോ ഇൻട്രസ്റ്റ് വിത്ത് വർക്ക് റിലേറ്റിംഗ് ടു ബാങ്കിങ് ആൻഡ് സൂപ്പർവിഷൻ ബൈ ദ എനാക്ട്മെൻറ്റ് ഓഫ് ഇൻ 1949. RBIൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് ആൻഡ് സൂപ്പർവിഷനിൽ ചെയ്യുന്നുണ്ട്, RBIൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്തതാണ്, ഇതുവരെ നമ്മൾ പറഞ്ഞത് RBI എന്ന് പറയുന്ന ഒന്നാമത്തെ ഒരു ഏജൻസിയാണ്. ഇനി അടുത്തതാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ SEBI എന്ന് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ were continued to be regulated and directed by the Government of India under the powers conferred in terms of Securities Contract Act 1956. ഇവിടെ ഗവൺമെൻറ്റുകൾ 1956 ഗവൺമെൻറ് ചെയ്തിരുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് 1988 SEBI എന്ന് പറയുന്ന ഒരു ഏജൻസിയെ ഉണ്ടാക്കി. എന്നിട്ട് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് എല്ലാം SEBIൻ്റെ അണ്ടറിലേക്ക് മാറ്റി. ഇറ്റ് ബിക്കം സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് റിയലി എ പവർഫുൾ ഓർഗനൈസേഷൻ ഓൺലി ഇൻ 1992. 1992
ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യാസ് as a non-statutory body to promote developments of the security market and to provide adequate investor protection and act as a independent regulator of the stock exchange. ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പ്രൈമറി മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള മാർക്കറ്റുകളിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സെബി ഫോം ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഹെഡ് ഓഫീസ് ഇൻ മുംബൈയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത്. ഇറ്റ് ഹാസ് 3 റീജിയണൽ ഓഫീസ്, ന്യൂഡൽഹി, കൽക്കട്ട ആൻഡ് ചെന്നൈ. 3 റീജിയണൽ ഓഫീസാണ് ഇതിന് ഉള്ളത്. ഇനി പറയുന്നത് റീസൺ ടു ഫോം സെബി. എന്തിനാണ് ഇവിടെ സെബി ഫോം ചെയ്തത്? ഒന്നാമത്തതാണ് മാനിപ്പുലേഷൻ ഓഫ് സെക്യൂരിറ്റി പ്രൈസുമായി ബന്ധപ്പെട്ട് മാനിപ്പുലേഷൻസ് ധാരാളം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് റിഗ്ഗിങ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഇന്ത്യയിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. മറ്റൊന്നാണ് ഇൻസൈഡ് ട്രേഡിങ് എന്ന് പറയുന്നത് കമ്പനിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കൂടുതലായി പബ്ലിക്കിലേക്ക് എത്തി ആ പബ്ലിക്കിൽ ഡയറക്റ്റായിട്ട് അറിയേണ്ട ഇൻഫർമേഷൻസ്, മീഡിയയിൽ നിന്നും അറിയേണ്ട ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, ഇവിടെ പബ്ലിക്കിന് ചോർത്തി കൊടുക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഫങ്ഷനിങ് ആണ് ഇവിടെ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അതുപോലെ തന്നെ ലാക്ക് ഓഫ് കൺട്രോൾ ഓഫ് ഓവർ ബ്രോക്കേഴ്സിനിടയിലൊരു കൺട്രോളിങ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു, അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ടു പ്രൊട്ടക്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. എൻഷുർ ഫെയർ പ്രാക്ടീസ് ബൈ ദ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഫെയർ പ്രാക്ടീസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ്. മൂന്നാമത്തതാണ് പ്രൊമോഷൻ ഓഫ് എഫിഷ്യൻറ്റ് സർവീസ് ബൈ ബ്രോക്കേഴ്സ്, മർച്ചൻറ്റ് ബാങ്കേഴ്സ്. ഇവിടെ ബ്രോക്കേഴ്സ്, മർച്ചൻറ്റ് ബാങ്കേഴ്സ് എല്ലാം എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊമോഷൻസ് കൊണ്ടുവരിക. ഇനി അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് സെബിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തതാണ് പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് ആൻഡ് ടു പ്രൊമോട്ട്. പ്രധാനമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റെഗുലേറ്റിംഗ് ബിസിനസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ റെഗുലേറ്റ് ചെയ്യുക. രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് വർക്കിംഗ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെയും സബ് ബ്രോക്കേഴ്സിനെയും രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് the working of the depositories and പാർട്ടിസിപ്പൻസിനെയും ഡെപ്പോസിറ്ററിയെയും രജിസ്റ്റർ ചെയ്യുക, അവിടെ റെഗുലേറ്റ് ചെയ്യുക. പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസിനെ റെഗുലേറ്റ് ചെയ്യുക. പ്രൊഹിബിറ്റിംഗ് ഫ്രോഡുലൻറ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റി മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്രോഡ് ആക്ടിവിറ്റീസും അൺഫെയർ ട്രേഡ് പ്രാക്ടീസും എല്ലാം ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറീസ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് എഡ്യൂക്കേഷൻസും കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൊഹിബിറ്റിംഗ് ഇൻസൈഡ് ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസിൻ്റെ ഇടയിലുള്ള ഇൻസൈഡർ ട്രേഡിംഗ് ആക്ടിവിറ്റി, അഥവാ കമ്പനികളിൽ നിന്നുള്ള ഉള്ളിലുള്ള ഇൻഫർമേഷൻസ് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് പബ്ലിക്കിന് ഷെയർ ചെയ്തുകൊണ്ട് അതിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനത്തെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ലെവിയിങ് ഫീസ് ഓർ അതർ ചാർജുകളും ഫീസും ഇവിടെ ഈടാക്കാനുള്ള അധികാരം ഇവിടെ ആർക്കുണ്ട്? സെബിക്കുണ്ട്. അതുപോലെ തന്നെ അടുത്തതാണ് പവേഴ്സ്. എന്തെല്ലാം പവേഴ്സുകളാണ് സെബിക്കുള്ളത്? കോൾ ഫോർ പീരിയോഡിക്കൽ റിട്ടേൺസ് ഫ്രം ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും പീരിയോഡിക്കൽ റിട്ടേൺ കിട്ടാനുള്ളൊരു അവകാശം, അതുപോലെ തന്നെ അത് വാങ്ങാനുള്ള ഒരു പവറുണ്ട്. കോൾ എനി എക്സ്പ്ലനേഷൻ ഓർ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു അഫയേഴ്സ് ഓഫ് ദി എക്സ്ചേഞ്ച്. ഇവിടെ എന്താണ്? എനി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു അഫയേഴ്സ് ഓഫ് ദി എക്സ്ചേഞ്ച്. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അതിൽ എക്സ്പ്ലനേഷൻസ് കിട്ടാനുള്ള ഒരു അവകാശമുണ്ട്, അല്ലെങ്കിൽ പവേഴ്സ് ഉണ്ട്. ടു കമ്പൽ പബ്ലിക് കമ്പനീസ് ടു ലിസ്റ്റ് ദെയർ ഷെയർസ്. പബ്ലിക് കമ്പനികളുടെ ഷെയറുകൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പൽ ചെയ്യാനുള്ള പവറുണ്ട്. പ്രൊഹിബിറ്റ് കോൺട്രാക്റ്റ് ഇൻ സെർട്ടൈൻ കേസസ്.
ചില കേസിലുള്ള കോൺട്രാക്റ്റുകളെ പ്രൊഹിബിറ്റ് ചെയ്യുക. വിഡ്രോവൽ ഓഫ് റെക്കഗ്നീഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെക്കഗ്നീഷൻസ് വിഡ്രോവൽ ചെയ്യുക. അതുപോലെ തന്നെ പവർ ടു ഗ്രാൻഡ് രജിസ്ട്രിങ് ടു ഇൻ്റർമീഡിയറീസ് ആയിട്ട് രജിസ്ട്രേഷന് കൊടുക്കാനുള്ള പവർ. ടു സസ്പെൻഡ് ദ ബിസിനസ് ഓഫ് ദി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ടാകുന്ന ബിസിനസ്സുകൾ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള അധികാരങ്ങൾ ഇവിടെ സെബിക്കുണ്ട്. ഇനി ഇതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് പറയുന്നത്. ഇതിനൊരു ചെയർമാൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അത് ഫിനാൻസിൽ നിന്നും ലോയുമായി റിലേറ്റ് ചെയ്ത 2 മെമ്പർമാരായിരിക്കും. അതുപോലെ തന്നെ ഒരു മെമ്പർ എന്ന് പറയുന്നത് RBIയിൽ നിന്നുള്ള ഒഫീഷ്യൽസ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള 2 മെമ്പർമാരെ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു മേഖലയിൽ കൂടുതൽ നോളജുള്ള ആളുകളെയായിരിക്കും സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ജനറൽ സൂപ്രിൻറ്റൻഡൻസ് അഥവാ ജനറലായിട്ടുള്ള 2 തരത്തിലാണ്. ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ ധാരാളം ഉണ്ടായിരിക്കും. പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇഷ്യൂ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറി ഡിപ്പാർട്ട്മെൻറ്റ്, IMARP ഡിപ്പാർട്ട്മെൻറ്റ്, ദ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് സെബിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അടുത്തതാണ് സെബി ഗൈഡ് ലൈൻസ്. പ്രൊട്ടക്ഷൻ ടു ദ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുക. ന്യൂ ഇഷ്യൂ, ഇപ്പോൾ ഷെയറിൻ്റെ ന്യൂ ഇഷ്യൂമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ ഡയറക്ഷൻസ് നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതർ ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ്, മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക. ക്വിക്ക് റെഫറൻസ്, പെട്ടെന്ന് തന്നെ ഓരോ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനുള്ള ആ ഒരു സൗകര്യം ഉണ്ടാക്കിയെടുക്കുക. ഗ്രീവൻസ്, അഥവാ നമുക്ക് പരാതികളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള ഒരു സെപ്പറേറ്റ് ഏജൻസി സെബിൻ്റെ അണ്ടറിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇൻഫർമേഷൻ സെൻറ്റർ, ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായുള്ള ഇൻഫർമേഷൻസ് നൽകാനുള്ള ഒരു സെൻറ്റർ ഉണ്ടാക്കുക. പ്രൊഹിബിഷൻ ഓഫ് ഫ്രോഡ്ലൻഡ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, ചതിയിലൂടെയും അല്ലെങ്കിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസിലൂടെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പ്രൊഹിബിറ്റ് ചെയ്യുക. ഇൻസ്പെക്ഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്, നമുക്ക് മുൻകൂട്ടി പെർമിഷൻ ഇല്ലാതെയും ഉള്ളതായ രൂപത്തിലും കമ്പനികളിൽ ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ളതും, അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റിനുള്ള അധികാരം, അതുപോലെ തന്നെ ഇൻസൈഡർ ട്രേഡിങ്ങിന് എതിരെയുള്ള അധികാരം, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻ, ഇതൊക്കെ കൊടുക്കുന്നത് ആരാണ്? RBI ആണ്. ഇനി സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഇഷ്യൂമായി ബന്ധപ്പെട്ട് സെബി കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് ആണ് ഇനി താഴെ പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് സെബിയുടെ റൈറ്റ് ഇഷ്യൂമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനാണ് പറയുന്നത്. റൈറ്റ് ഇഷ്യൂ ഷുഡ് നോട്ട് കെപ്റ്റ് ഓപ്പൺ ഫോർ അറ്റ്ലീസ്റ്റ് 60 days. 60 ദിവസത്തിൽ കൂടുതലായിട്ട് ഇവിടെ റൈറ്റ് ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. റൈറ്റ് ഇഷ്യൂ മസ്റ്റ് ബി കെപ്റ്റ് ഓപ്പൺ അറ്റ്ലീസ്റ്റ് 30 days, 30 ദിവസം മുതലെങ്കിലും എന്ത് ചെയ്യണം, അത് ഓപ്പൺ ചെയ്തിരിക്കണം. റിസർവേഷൻ ഈസ് നോട്ട് അലൗഡ് ഓൺ റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂവിന് റിസർവേഷൻ അലൗഡ് അല്ല. അതുപോലെ തന്നെ റൈറ്റ് ഇഷ്യൂ ക്യാൻ ഓൺലി ബി ഇൻ റെസ്പെക്റ്റ് ഓഫ് ഫുള്ളി പെയ്ഡ് ഷെയർസിന് മാത്രമേ റൈറ്റ് ഇഷ്യൂ അവൈലബിൾ ആയിരിക്കുകയുള്ളൂ. ലെറ്റർ ഓഫർ ഷാൾ കണ്ടെയ്ൻ ഡിസ്ക്ലോഷർ ആസ് പെർ ദ സെബി റിക്വയർമെൻറ്റ് പ്രകാരമുള്ള ലെറ്റേഴ്സുകൾ ഇവിടെ ഓഫർ ചെയ്യണം എന്നുള്ളതാണ്. അടുത്തതാണ് സെബി ഗൈഡ് ലൈൻസ് ഓൺ ബോണസ് ഇഷ്യൂമായി ബന്ധപ്പെട്ട സെബിയുടെ ഗൈഡ് ലൈൻസ്. നോ ബോണസ് ഷെയർസ് ഷാൾ ഡൈല്യൂട്ട് അതർ ഷെയർ. ബോണസ് ഷെയർ മറ്റുള്ള ഷെയറുമായിട്ട് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. ബോണസ് ഇഷ്യൂ ഫ്രം ഫ്രീ റിസർവിൽ നിന്നാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത്. റിവാലുവേഷൻ ഓഫ് റിസർവ് ഈസ് നോട്ട് എലിജിബിൾ. റിവാലുവേഷൻ നടത്തുന്നത് ഇവിടെ എലിജിബിൾ അല്ല എന്നുള്ളതാണ്. ഇഷ്യൂ ഇൻ ലിയോ ഓഫ് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്തിരിക്കണം. പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഈസ് നോട്ട് എലിജിബിൾ. പാർട്ട്ലി പെയ്ഡ് ആയിട്ടുള്ള ഷെയറുകൾ നമുക്ക് എലിജിബിൾ അല്ല. അങ്ങനെ ഇവിടെ ബോണസ് ഇഷ്യൂമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞത്. ഇനി അടുത്ത് പറയുന്നത് ഫ്രഷ് ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടാണ്. ഓൾ അപ്ലിക്കേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ സെബി പ്രിസ്ക്രൈബ്ഡ് ഫോം. സെബി നിർദ്ദേശിക്കുന്ന ഫോമിൽ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ട്രൂ കോപ്പീസ് ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിൻ്റെ ട്രൂ കോപ്പി എന്ത് ചെയ്യണം, ഇവിടെ അപ്ലിക്കേഷൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഓരോ കമ്പനിയുടെ ഓരോ
ഫിനിഷ്ഡ് ആയിട്ടുള്ള ഓരോ സ്കീമുകളും എന്ത് ചെയ്യണം, ഇവിടെ കമ്പനിയുടെ അതുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റ് കോസ്റ്റുകൾ സെബി അറിയിച്ചിരിക്കണം. ആൻഡ് ഇക്വിറ്റി പ്രിഫറൻസ് റേഷ്യോ ഈസ് 3:1 ഈസ് അലൗഡ്. ഇക്വിറ്റി പ്രിഫറൻസ് റേഷ്യോ എന്ന് പറയുന്നത് 3:1 എന്നുള്ള അനുപാതത്തിലായിരിക്കും. ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റ് സെബിക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഫ്രഷ് ഇഷ്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ പോയിന്റ് പറയുന്നത്. അടുത്തതാണ് സെബി ഗൈഡ് ലൈൻസ് ഫോർ ഫസ്റ്റ് ഇഷ്യൂ ബൈ ദ ന്യൂ കമ്പനി ഇൻ പ്രൈമറി മാർക്കറ്റ്. ആദ്യമായിട്ട് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന പ്രൈമറി മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഇവിടെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് ആണ് നോക്കുന്നത്. ന്യൂ കമ്പനി വിച്ച് ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 12 months ഓഫ് ദി കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ വിൽ നോട്ട് ബി അലൗഡ് ടു ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം. ഇവിടെ പ്രീമിയത്തിനാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ 1 വർഷം ആ കമ്പനി പ്രവർത്തിച്ചാൽ മാത്രമേ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി വിത്ത് എ 5 years ട്രാക്ക് റെക്കോർഡ് ഓഫ് കൺസിസ്റ്റിംഗ് പ്രോഫിറ്റബിലിറ്റി ഈസ് പ്രൊമോട്ടിംഗ് ന്യൂ കമ്പനി ദെൻ ഇറ്റ് ഈസ് അലൗഡ് ടു പ്രൈസ് ഇറ്റ്സ് ഇഷ്യൂ. ഇവിടെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 5 വർഷത്തിൽ കൂടി പ്രവർത്തിച്ചിരിക്കുന്ന കമ്പനികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് ഓഫ് ദി പ്രോസ്പെക്ടസ് ഹാസ് ബീൻ ഗിവൺ ടു ദ സെബി ബിഫോർ പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂവിൻ്റെ മുമ്പ് ഈ ഒരു പ്രോസ്പെക്ടസിൻ്റെ ഡ്രാഫ്റ്റ് സെബിക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് IPO public issue by unlisted company, the promoters have necessarily offer at least 20% of the post of issue capital. ഇവിടെ IPO നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അൺലിസ്റ്റഡ് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ, പ്രൊമോട്ടേഴ്സ് ഹാവ് അൺനെസസറിലി ഓഫർ അറ്റ്ലീസ്റ്റ് 20% ഓഫ് ദി പോസ്റ്റ് ഇഷ്യൂ ക്യാപിറ്റൽ. ഇഷ്യൂ ക്യാപിറ്റലിന് 20% എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഇവിടെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് സെക്കൻഡറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. ഓൾ കമ്പനീസ് എൻറ്ററിങ് ഇൻ ടു എ മാർക്കറ്റ് ഷുഡ് ഗീവ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ഫണ്ട് യൂട്ടിലൈസേഷൻ ഓഫ് ദി പ്രീവിയസ് ഇഷ്യൂമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസുകളും ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ബ്രോക്കേഴ്സ് ആർ സാറ്റിസ്ഫൈ ക്യാപിറ്റൽ അഡിക്വസി നോംസ് സോ ദാറ്റ് ദ മെമ്പേഴ്സ് ഫേംസ് മെയിൻറ്റെയിൻ ആഡിക്വേറ്റ് ക്യാപിറ്റൽ ഇൻ റിലേറ്റിംഗ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് പൊസിഷൻസ്. ബ്രോക്കേഴ്സ് ഈ ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റി ഹാവ് ടു അൾട്ടർ ദെയർ ബൈലോസ് വിത്ത് റിഗാർഡ് ദ ക്യാപിറ്റൽ അഡിക്വസി നോംസ്. ക്യാപിറ്റൽ അഡിക്വസി നോംസുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റിക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നതാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ഓർ റിഫോംസ് ഇൻ പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റ്. പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റിൽ റീസെൻ്റ് ആയിട്ടുള്ള റിഫോംസുകൾ അല്ലെങ്കിൽ ട്രെൻഡ്സുകളാണ് പറയുന്നത്. 1988 സെബി ഫോം ചെയ്തു. 1992 സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് സെബിക്ക് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഈ 2 കാര്യങ്ങളും അതിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതുപോലെ തന്നെ 1992 ക്യാപിറ്റൽ ഇഷ്യൂ ആക്ട് ക്യാൻസൽ ചെയ്യുകയുണ്ടായി. ലാർജ് നമ്പർ ഓഫ് മെർച്ചൻ്റ് ബാങ്കേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺസൾട്ടിങ് ഏജൻസീസ് ആൻഡ് രജിസ്ട്രാർസ് ഇഷ്യൂ ആർ സെറ്റപ്പ് ഓവർ ഇയേഴ്സ്. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് മെർച്ചൻ്റ് ബാങ്കുകളും ഇൻവെസ്റ്റ്മെൻറ്റുകളും കൺസൾട്ടിങ് ഏജൻസികളും ഇതിൻ്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്തു. 1990 മ്യൂച്വൽ ഫണ്ട് സെറ്റപ്പുകൾ പ്രൈവറ്റ് സെക്ടേഴ്സിലുണ്ടായി. അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ ഓഫ് 10 and 100 വാസ് വിത്ഡ്രോൺ. ഇവിടെ എന്താണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്നുള്ളത് 10 നിന്നും 100 രൂപ എന്നുള്ളതും പിന്നീട് വിഡ്രോ ചെയ്യപ്പെട്ടു. സെബി ഹാസ് പെർമിറ്റഡ് ദ കമ്പനീസ് ടു ഡിറ്റർമിൻ ദ പാർ വാല്യൂ ഓഫ് ദി ഷെയർസ് ഇഷ്യൂഡ് ബൈ ദം. കമ്പനികളെ പാർ വാല്യൂക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കമ്പനികൾ പെർമിറ്റ് ചെയ്തു. അങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സുകളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി മെഷേഴ്സ് ടേക്കൺ ബൈ സെബി ടു സ്ട്രെങ്തൻ പ്രൈമറി മാർക്കറ്റ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് പറയുന്നത്. സ്ട്രെങ്തനിങ് ഓഫ് ഡിസ്ക്ലോഷർ ഓഫ് റിക്വയർമെൻറ്റ്സ് ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ.
എലിജിബിലിറ്റി ക്രൈറ്റീരിയയും അതുപോലെ റിക്വയർമെൻറ്റ്സുകളും സ്ട്രെങ്തൻ ചെയ്തു. മെറ്റീരിയൽ ഡിസ്ക്ലോഷർ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ സെക്കൻഡറി സെക്യൂരിറ്റി മാർക്കറ്റിന് ഡെവലപ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ സെബി കൊണ്ടുവരുന്ന മെഷേഴ്സുകളാണ്. ഒന്ന്, ഡെപ്പോസിറ്ററീസ് ആൻഡ് പേപ്പർലെസ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇൻട്രാഡേ ട്രേഡിങ്, അതുപോലെ തന്നെ റാഷണലൈസേഷൻ ഓഫ് മാർജിൻ സിസ്റ്റം, റാഷണലൈസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം പോലെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് ട്രേഡിംഗ് മാർക്കറ്റിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. എൻഹാൻസ് എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടും എഫിഷ്യൻ്റായ രൂപത്തിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ടു എൻഷുർ ഫിനാൻഷ്യൽ വയബിലിറ്റി കൂടുതലായിട്ട് ഉറപ്പുവരുത്തി. ടു ഇൻക്രീസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഫോർ ബ്രോക്കേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സിനും എക്സ്ചേഞ്ചിലും കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നു. ട്രേഡ്സ് ഇൻ സെക്യൂരിറ്റീസ് ബൈ ക്വാളിഫൈഡ് പാർട്ടിസിപ്പൻസിനെ ഈ ഒരു മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചു. നെഗോഷ്യബിൾ ഡീൽസ് ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. മാർക്കറ്റ് മേക്കിംഗ്, മാർക്കറ്റ് സ്ഥാപിക്കാൻ വേണ്ടി സ്റ്റേബിളായിട്ടുള്ള മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അതുപോലെ ഇതല്ലാതെ പുതിയ പ്രൊഡക്റ്റുകളും പ്രൊസീജിയറുകളും ഈ ഒരു മാർക്കറ്റിൽ കൊണ്ടുവന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് സെക്യൂരിറ്റി ലെൻഡിങ് സ്കീം, കമ്മിറ്റീസ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഇൻ്റർനെറ്റ് ബേസ്ഡ് സെക്യൂരിറ്റി ട്രേഡിങ്, സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് പോലെയുള്ള ഒരുപാട് നൂതനമായിട്ടുള്ള ആശയങ്ങൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലുള്ള ക്ലാസ് മുഴുവനായി കേട്ടതിന് ശേഷം ഡൗട്ടുള്ളത് ചോദിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.